Hi, myself Jacob. Welcome to Econometrics lecture series. Without much delay, let's move into the class. So, in today's class, we are going to discuss about what is econometrics. Econometrics എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എക്കണോമെട്രിക്സിന്റെ ഡെഫിനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റീസെന്റ് ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ബ്രാഞ്ചാണ് ഈ എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്. ഈ റാഗ്നർ ഫ്രിഷും അതേപോലെ ജാൻ ടിംബർഗനും ഒക്കെയാണ് ഇതിന്റെ ഒരു ഫൗണ്ടിങ് ഫാദേഴ്സ് ആയിട്ടൊക്കെ കണക്കാക്കപ്പെടുന്ന വ്യക്തികൾ. അപ്പൊ ഈ റാഗ്നർ ഫ്രിഷ് എക്കണോമെട്രിക്സിന് കൊടുത്തൊരു ഡെഫിനിഷനാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്കത് എന്താണെന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. Intermediate between mathematics, statistics, and economics, we enter a new discipline, which, for lack of a better name, may be called econometrics. Econometrics has as its aim to subject abstract laws of theoretical political economy or pure economics into experimental and numerical verification, and thus to turn pure economics as far as possible into a science, in the strict sense of a word. റാഗ്നർ ഫ്രിഷ് 1926. ഇത് 1926 റാഗ്നർ ഫ്രിഷ് കൊടുത്തൊരു ഡെഫിനിഷനാണ്. ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് പറയുന്ന ഇത്രേ ഉള്ളൂ. എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് 3 സബ്ജക്ട്സ്: മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. മാത്തമാറ്റിക്സും സ്റ്റാറ്റിക്സും എക്കണോമിക്സും കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമെട്രിക്സ്. ഇനി എക്കണോമെട്രിക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപിരിക്കലി വേരിഫൈങ് എക്കണോമിക് തിയറീസ്. എക്കണോമിക് തിയറീസിന്റെ ഒരു എംപിരിക്കൽ വേരിഫിക്കേഷൻ ആണ് എക്കണോമെട്രിക്സിൽ നടക്കുന്നത്. മെട്രിക്സ് എന്ന് പറയുന്നത് മെഷർമെന്റ് ആണ്. അപ്പൊ എക്കണോമിക് തിയറീസിന് ഒരു മെഷർമെന്റ്, ഒരു എംപിരിക്കൽ വേരിഫിക്കേഷൻ ആണ് നമ്മുടെ എക്കണോമെട്രിക്സിലൂടെ ചെയ്യുന്നത്. നമുക്ക് അതിന്റെ മറ്റ് ഡെഫിനിഷൻസ് നോക്കാം. അടുത്തതായിട്ട് വേരിയസ് എക്കണോമെട്രീഷ്യൻസ് ഇതിന്റെ ഡിഫറെന്റ് ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. കെന്നഡി കൊടുത്തേക്കുന്ന ഒരു ഡെഫിനേഷനാണ് എക്കണോമെട്രിക്സ് ഈസ് വാട്ട് എക്കണോമെട്രീഷ്യൻസ് ഡു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. അതേപോലെ സ്റ്റോക്ക് ആൻഡ് വാട്സൺ കൊടുത്തേക്കുന്ന ഒരു ഡെഫിനേഷൻ: എക്കണോമെട്രിക്സ് ഈസ് ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് യൂസിങ് എക്കണോമിക് തിയറി ആൻഡ് സ്റ്റാറ്റിക്കൽ ടെക്നിക് ടു അനലൈസ് എക്കണോമിക് ഡേറ്റ. എക്കണോമിക് ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് സ്റ്റാറ്റിക്കൽ തിയറികളുടെ അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൽ ടെക്നിക്കിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ലിറ്ററലി എക്കണോമെട്രിക്സ് മീൻസ് മെഷർമെന്റ് ഇൻ എക്കണോമിക്സ്. ഈ എക്കണോമിക് തിയറിയുടെ മെഷർമെന്റ് അത്ര മാത്രമാണ് എക്കണോമെട്രിക്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം: എക്കണോമെട്രിക്സ് ഈസ് ദി അമാൽഗമേഷൻ ഓഫ് എക്കണോമിക് തിയറി, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻ എക്കണോമെട്രിക്സ് വി ആർ ഡൂയിങ് എംപിരിക്കൽ വേരിഫിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്: വൈ ഡു വി നീഡ് എക്കണോമെട്രിക്സ്, ഓർ വാട്ട് ഈസ് ദ നീഡ് ഫോർ എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ? ഇത് എക്കണോമെട്രിക്സിന്റെ അസ്തിത്വത്തെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. എന്തിനാണ് നമുക്ക് എക്കണോമെട്രിക്സ്? അതായത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, നമുക്ക് മാത്തമാറ്റിക്സ് ഉണ്ട്, നമുക്ക് എക്കണോമിക്സ് ഉണ്ട്. ഈ 3 ഫീൽഡിനും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. ആ 3 ഫീൽഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവരുടേതായ മേഖലകളിൽ അതിൻ്റെതായ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എന്തിനാണ് നമ്മൾ ഈ 3 ഫീൽഡിനെ കൂടെ മിക്സ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ ഒരു 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 സാങ്കേതികത്വം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഗുണം? എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞ എക്കണോമെട്രിക്സിന്റെ അസ്തിത്വത്തെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. അപ്പം ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്കണോമെട്രിക്സ് എന്താണെന്ന് ഏറെക്കുറെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. എക്കണോമിക് തിയറി മേക്സ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ ഹൈപ്പോത്തസിസ് ദാറ്റ് ആർ ജനറലി ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ. നമ്മുടെ എക്കണോമിക് തിയറീസ് പലപ്പോഴും ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നമ്മുടെ ഒരു ബേസിക് ലോ ഓഫ് ഡിമാൻഡ് നോക്കാം. ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. The quantity demanded of a commodity goes up when the price goes down, and vice versa. അതായത് പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു എന്നാണ് തിയറി പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലോ ഓഫ് ഡിമാൻഡ് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പറയുന്നുണ്ടെങ്കിലും പ്രൈസ് കൂടുന്നതിന് അനുസരിച്ച് എത്രത്തോളം നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നെന്നോ അല്ലെങ്കിൽ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നോ പറയുന്നില്ല. അതായത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് പാർട്ടിനെ പറ്റി അത് മിണ്ടുന്നില്ല. ആ എത്രത്തോളം, ഹൗ മച്ച് എന്ന് പറയുന്ന ആ ഒരു ഏരിയയെ പറ്റി അത് സംസാരിക്കുന്നില്ല. നിങ്ങൾ വേറെ
ഏത് എക്കണോമിക് തിയറി എടുത്തോ, സേ ഫോർ എക്സാമ്പിൾ അനദർ എക്കണോമിക് തിയറി, നമ്മുടെ കെയ്ൻസിന്റെ കൺസംഷൻ ഹൈപ്പോത്തിസിസ്, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോസിസ്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോസിസിൽ കെയ്ൻസ് പറയുന്ന ഇത്രേ ഉള്ളൂ: ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്. ദ ഇൻക്രീസ് ഇൻ ഇൻകം ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ഇൻക്രീസ് ഇൻ കൺസംഷൻ. ദ ഇൻക്രീസ് ഇൻ കൺസംഷൻ ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ഇൻക്രീസ് ഇൻ ഇൻകം. അതായത് ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷെ ഇൻകം കൂടുന്നതിന്റെ അത്രയും കൺസംഷൻ കൂടുന്നില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? ഈ പറയുന്ന കെയ്ൻസ് പറയുന്നത്. സോ കെയ്ൻസ് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് പോസ്റ്റുലേറ്റ് ചെയ്തു, പക്ഷെ എത്രത്തോളം കൂടുന്നു, ഇൻകം കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം കൺസംഷൻ കൂടുന്നു എന്ന് ആ തിയറി പറയുന്നില്ല. സോ ആ എത്രത്തോളം എന്ന് പറയുന്ന ഒരു പാർട്ടാണ് എക്കണോമെട്രിക്സിന്റെ ഒരു ഇത്. എക്കണോമെട്രിക്സ് അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. സ്റ്റേറ്റിംഗ് ഡിഫറെന്റ്ലി, എക്കണോമെട്രിക്സ് ഗീവ് എംപിരിക്കൽ കണ്ടന്റ് ടു മോസ്റ്റ് എക്കണോമിക് തിയറി. അതായത് എക്കണോമിക് തിയറീസിന് ഒരു എംപിരിക്കൽ കണ്ടന്റ് കൊടുക്കുന്ന ആ ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമെട്രിക്സ്. സോ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.